വീണ്ടും വാർത്തകളിലേക്ക്. ഇടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ അശ്വതി വേല ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ശീവേലി എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ 9 ഗജവീരന്മാർ അണിനിരന്നു. മംഗലാംകുന്ന് കർണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും പഞ്ചവാദ്യവും അരങ്ങേറി. തുടർന്ന് വെടിക്കെട്ടും ഉണ്ടായിരുന്നു. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ സംഗമം ചൊവ്വാഴ്ച കാളമുറി നോബൽ പാലസിൽ നടക്കും. രാവിലെ 10 മണിക്ക് മുൻമന്ത്രി പി കെ ശ്രീമതി സംഗമം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും ഉണ്ടാകും. വാടനപ്പള്ളി നടുവിൽക്കരയിൽ വീട് കത്തി നശിച്ചു. കടവത്ത് ബൈജുവിന്റെ ഓലമേഞ്ഞ വീടാണ് പുലർച്ചെ 3 മണിയോടെ കത്തിച്ചാമ്പലായത്. സമീപത്തെ പച്ചാമ്പുള്ളി ബേബിയുടെ വിറകുപുരയും പറമ്പിലെ തെങ്ങുകളും വാഴകളും കത്തി നശിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. വാടനപ്പള്ളി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വീട്ടുകാർ ബന്ധുവീട്ടിലായതിനാൽ ആളപായമില്ല. പുരയ്ക്ക് തീവെച്ചതാണെന്നും സംശയമുണ്ട്. ശനിയാഴ്ച കോഴിക്കോട് നടക്കുന്ന യൂത്ത് ലീഗ് യുവജന റാലിയുടെ മുന്നോടിയായി 3 പീടികയിൽ വിളംബര ജാഥ നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, KM നിഷാദ്, KK സക്കരിയ, CIM അഷ്റഫ്, PM നൌഷാദ്, PM സൈനുദ്ദീൻ എന്നിവരും നേതൃത്വം നൽകി. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ ഇന്ന് സ്കൂൾ വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും എൻഡോമെന്റുകളുടെ വിതരണവും ഒപ്പം യാത്രയപ്പ് സമ്മേളനവുമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സേവനനിരതമായ 97 വർഷത്തെ മഹത്തായ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ നാട്ടിക വെസ്റ്റ് KMUP സ്കൂൾ. 10,000-കണക്കിന് അതല്ലെങ്കിൽ അതിനുമപ്പുറം വിദ്യാർത്ഥി സമൂഹത്തിന് അക്ഷരദീപം പകർന്നു നൽകിയ ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച് വളർന്നവർ
വലിയ നേട്ടങ്ങളുടെ ഉടമകളായിട്ടുണ്ട് എന്ന് PTA പ്രസിഡന്റ് PK സുധീഷ് അധ്യക്ഷനായിരുന്നു. സജു ഹരിദാസ്, TK പ്രസാദ്, KP സുഗദാസ്, EK തോമസ്, ഷക്കീല അബ്ദുൽ സത്താർ, VR പ്രഭ, കരിപ്പുള്ളി മോഹനൻ എന്നിവരും സംസാരിച്ചു. വാടനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേല ആഘോഷിച്ചു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ശീവേലി ഉണ്ടായിരുന്നു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 13 ആനകൾ അണിനിരന്നു. തുടർന്ന് വെടിക്കെട്ടും ഉണ്ടായിരുന്നു. കുരിക്കുഴി കമ്പനിക്കടവിനടുത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകന് BJP പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കമ്പനിക്കടവ് സ്വദേശി കണക്കശ്ശേരി ധനൂജ് എന്ന കണ്ണനാണ് മർദ്ദനമേറ്റത്. കണ്ണിന് സാരമായി പരിക്കേറ്റ ധനൂജിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനം നടത്തി. PA സഗീർ, ഷഫീർ, വരുൺദാസ്, AV ബിജു, ഷിജു എന്നിവർ നേതൃത്വം നൽകി. വീണ്ടും പ്രധാന വാർത്തകൾ. എടമുട്ടം പാലപ്പെട്ടിയിൽ വീട് കുത്തി തുറന്ന് മോഷണം. 1.5 പവന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. പെരിഞ്ഞനം ജാമിയ മഹ്മൂദിയ വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് തുടക്കമായി. പ്രസിദ്ധമായ എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേല ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.